അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ്സമാഇ വഹുവസ് സമീഉൽ അലീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, പരിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസമാണല്ലോ. ദിവസങ്ങളുടെ നേതാവ്, സയ്യിദുൽ അയ്യാം, അഫ്ളലുൽ അയ്യാം, ദിവസങ്ങളുടെ നേതാവ്, ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം, സൂര്യൻ ഉദിക്കുന്ന ദിവസങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും മഹത്തായ ദിവസം അത് വെള്ളിയാഴ്ച ദിവസമാണെന്നാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത്. വെള്ളിയാഴ്ച ദിവസത്തിന് ഒരുപാട് മഹത്വങ്ങളുണ്ട്. ദുആ സ്വീകരിക്കുന്ന ഏറ്റവും മഹത്തായ ഒരു ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നമ്മെ പഠിപ്പിച്ചത് വെള്ളിയാഴ്ച ദിവസം ഒരു സമയമുണ്ട്, ഒരു സാറ്റുണ്ട്. ആ സമയത്ത് ഒരു അടിമ അള്ളാഹുവിനോട് ഖൈറായ എന്ത് കാര്യം ചോദിച്ചാലും അള്ളാഹു നൽകും. ഒരുപാട് ഉദ്ദേശങ്ങളും ആഗ്രഹങ്ങളും മുറാദുകളും ഉള്ള ആളുകളാണല്ലോ നമുക്കെയും. അതൊക്കെയും നാം ചോദിക്കാൻ, അള്ളാഹുവിനോട് തേടാൻ ഏറ്റവും നല്ല ദിവസമാണ്. ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്നവരാണ് നമുക്കെയും. വീടില്ലാത്തവരുണ്ട്, കടം കൊണ്ട് കുടുങ്ങിയവരുണ്ട്, മക്കളില്ലാത്തവരുണ്ട്, ജോലിയില്ലാത്തവരുണ്ട്, രോഗങ്ങളെ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്, വീട്ടിൽ ഐക്യമില്ല, ഭർത്താവിന്റെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭാര്യ, ഭാര്യയുടെ കാര്യത്തിൽ വിഷമം അനുഭവിക്കുന്ന ഭർത്താവ്, മക്കളുടെ കാര്യത്തിൽ പ്രയാസപ്പെടുന്ന മാതാപിതാക്കൾ, ഇങ്ങനെ എണ്ണിയാൽ തീരാത്ത പ്രയാസങ്ങളും വിഷമങ്ങളും ടെൻഷനുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് നമുക്ക്. സിഹർ കൊണ്ട് കഷ്ടപ്പെടുന്നവർ, കണ്ണേറ് കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവർ, ശൈത്വാനിയത്തിന്റെയും റൂഹാനിയത്തിന്റെയും ഷറുകളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, ഇങ്ങനെ ഓരോ ദിവസവും ഓരോ വീഡിയോക്ക് താഴെ എഴുതുന്ന കമന്റുകൾ കാണുമ്പോൾ വല്ലാത്ത വിഷമം തോന്നുന്നു. അല്ലാഹുവിന്റെ ഈ വിശാലമായ ദുനിയാവിൽ പ്രയാസങ്ങളും വിഷമങ്ങളും ഇല്ലാത്തവരാരും ഉണ്ടാവുകയില്ല. അല്ലാഹു ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് അമ്പിയാക്കൾക്കാണ്. അല്ലാഹു നമുക്ക് പരീക്ഷണം നൽകുമ്പോൾ അത് അല്ലാഹുവിന്റെ ഖലാഅ്. അല്ലാഹു നമ്മെ ഇഷ്ടപ്പെടുന്നു എന്ന് നാം മനസ്സിലാക്കണം. അപ്പൊ മഹത്തായ ദിവസങ്ങൾ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ, മഹത്തായ രാവുകൾ കടന്നു വരുമ്പോൾ അള്ളാഹുവിനോട് കരഞ്ഞുകൊണ്ട് നാം പറയുക, നമ്മുടെ പ്രയാസങ്ങൾ പറയുക, വിഷമങ്ങൾ പറയുക, ഉദ്ദേശങ്ങൾ അള്ളാഹുവിനോട് പറയുക. വെള്ളിയാഴ്ച ദിവസം ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിക്കേണ്ട ദിവസമാണ്, ധാരാളം ദിക്റുകൾ ചൊല്ലേണ്ട ദിവസമാണ്. ഒരുപാട് ആളുകൾ ചോദിക്കുന്ന ഒന്നാണ്, ഉസ്താദ് എനിക്കൊരുപാട് കഷ്ടപ്പാടുകളുണ്ട്, ദാരിദ്ര്യം, ആ ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ, സാമ്പത്തിക ഉയർച്ച ഉണ്ടാകാൻ, ഐശ്വര്യമുള്ളൊരു ജീവിതമുണ്ടാകാൻ വെള്ളിയാഴ്ച ദിവസം എനിക്ക് ചെയ്യാൻ പറ്റിയ, എനിക്ക് ചൊല്ലാൻ പറ്റിയ സിമ്പിളായ ചെറിയ ദിക്റുകളുണ്ടോ, ദുആകളുണ്ടോ, സ്വലാത്തുകളുണ്ടോ, ഖുർആനുണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അതിനെല്ലാം മഹാന്മാര് നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ജാഅ ഫീ കിതാബി മിസ്ബാഹിൽ ദുലാം വബഹജത്തുൽ അനാം ഫീ ശറഹി നൈലുൽ മറാം എന്ന കിതാബിൽ കാണാം, മൻ ഖറഅ ബഅദ സ്വലാത്തിൽ ജുമുഅ, വെള്ളിയാഴ്ച ദിവസം ഒരാൾ ജുമുഅ നിസ്കാരം നിസ്കരിച്ചതിന്റെ ശേഷം, ആണുങ്ങളാണെങ്കിൽ ജുമുഅ നിസ്കരിച്ചു, പെണ്ണുങ്ങളാണെങ്കിൽ ളുഹ്ർ നിസ്കരിച്ചു, ഒരാൾ ഓതി ഖുൽ ഹുവല്ലാഹു അഹദ്, ഖുൽ ഹുവല്ലാഹു അഹദ് അറിയാത്തവരാരും ഉണ്ടാവുകയില്ല, 100 മറ 100 പ്രാവശ്യം ഓതി. അത് കഴിഞ്ഞതിന് ശേഷം വസല്ലല്ലാഹു നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 100 മറ 100 പ്രാവശ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ അറിയുന്ന സ്വലാത്ത് ചൊല്ലി. അത് കഴിഞ്ഞതിന് ശേഷം അവനൊരു ദുആ ചൊല്ലി, അല്ലാഹുമ്മ ക്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക.
70 മറ 70 പ്രാവശ്യം ചൊല്ലി. ആദ്യം സൂറത്തുൽ ഇഖ്ലാസ് 100 വട്ടം, അത് കഴിഞ്ഞ് 100 സ്വലാത്ത്, അറിയുന്ന സ്വലാത്ത്, അത് കഴിഞ്ഞ് അല്ലാഹുമ്മ ഖ്ഫിനി ബിഹലാലിക അൻ ഹറാമിക വഅഗ്നിനി ബിഫദ്ലിക അമ്മൻ സിവാക. പടച്ചവനെ, എനിക്ക് ഹലാലായ മാർഗത്തിലൂടെ നീ സമ്പത്ത് നൽകണം, ഹറാമിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തണം, നിന്റെ ഔദാര്യത്തിൽ നിന്ന് എനിക്ക് നീ ഐശ്വര്യം നൽകണം. നല്ലൊരു ദുആയാണ് ഇത്. ഒരാള് നല്ല ഇഖ്ലാസോട് നല്ല വിശ്വാസത്തോടുകൂടെ ഉത്തരം കിട്ടണം, എന്റെ ആവശ്യം വീടണം, എന്റെ ഉദ്ദേശം പൂർത്തിയാകണം, എന്റെ മുറാദ് ഹാസിലാകണം എന്ന നല്ല ഇഖ്ലാസോടുകൂടെ വിശ്വാസത്തോടുകൂടെ ചൊല്ലിയാൽ മഹത്തുക്കള് പറഞ്ഞതായി കാണാം, ലം തമുറ ജുമുഅത്താൻ, 2 ജുമ വിട്ടുകിടക്കൂല എന്ന് പറഞ്ഞാൽ അടുത്ത ജുമുഅക്ക് മുമ്പായി അള്ളാഹു ഹിന നൽകും, ഐശ്വര്യം നൽകും. അവന്റെ എന്താണോ ഹിന നൽകുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത്, അവന്റെ എന്താണോ ആവശ്യം അത് അള്ളാഹു പൂർത്തിയാക്കി കൊടുക്കും. കടമാണോ പ്രശ്നം, അത് കടം വീടാനുള്ള എന്തെങ്കിലും വഴികൾ അള്ളാഹു കാണിച്ചു. ജോലി ഇല്ലാത്തവരാണോ എങ്കിൽ ജോലിയുടെ എല്ലാ കാര്യങ്ങളും എളുപ്പാക്കി കൊടുക്കും. എന്താണ് അവന്റെ മനസ്സിലുള്ള ഉദ്ദേശം അത് പൂർത്തിയാക്കി കൊടുക്കും. എന്താണ് വിഷമം അള്ളാഹു മാറ്റി കൊടുക്കും. ഇത് നല്ല വിശ്വാസത്തോടു കൂടെ ചെയ്യണം ഈ അമൽ. എന്നാൽ അതിന്റെ ഫലം തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കും. അതല്ല ഇതെങ്ങനെയൊക്കെ സംഭവിക്കുന്നതാണോ, ഇത് സംഭവിക്കുമോ, ഒരു വിശ്വാസമില്ലാതെ അമൽ ചെയ്ത ഒരു കാര്യമില്ല. ഏതൊരു കാര്യം അള്ളാഹു നമ്മിൽ നിന്ന് കബൂൽ ചെയ്യണമെങ്കിൽ ഇന്നമൽ അഅ്മാലു ബിന്നിയാത്ത്, നമ്മുടെ അമൽ ആദ്യം, നമ്മുടെ നിയ്യത്ത് ആദ്യം നന്നാക്കണം. നിയ്യത്ത് നന്നായാൽ നമുക്കതിന്റെ ഫലം അള്ളാഹു നമുക്ക് നൽകും. അധികം ആളുകളും പറയുന്നത്, ഉസ്താദ് ഞാൻ ഒരുപാട് ദിക്റുകൾ ചൊല്ലുന്നു, ദുആകൾ ചെയ്യുന്നു, സ്വലാത്തുകൾ ചെയ്യുന്നു, എനിക്കെന്റെ ഫലം കിട്ടുന്നില്ല. ഓന് ചെയ്യുന്ന സമയത്ത് അതിന്റെ മഹത്തുക്കളെ പറഞ്ഞ നിയമങ്ങൾ പാലിക്കാതെയാണ് ചെയ്യുന്നത്, വിശ്വാസമില്ലാതെയാണ് ചെയ്യുന്നത്. അത് എത്ര ചെയ്തിട്ടും കാര്യമില്ല. നല്ല വിശ്വാസം, നല്ല ഉറച്ച വിശ്വാസത്തോടുകൂടെ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം അല്ലാഹു നമുക്ക് നൽകും. എന്നിട്ട് മഹത്തുക്കൾ പറഞ്ഞതായി കാണാം, മറ്റൊരു റിപ്പോർട്ട് അനുസരിച്ച് കാണാം, അവന് 100 കണക്കിന് ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും. ദുനിയാവിലും ആഖിറത്തിലും 100 കണക്കായ ആവശ്യങ്ങൾ അല്ലാഹു പൂർത്തിയാക്കി കൊടുക്കും ഈ അമൽ ചെയ്താൽ. ഇത് എല്ലാ വെള്ളിയാഴ്ചയും ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിളായ ഒരു അമലാണ്. ജുമാ നിസ്കാരം കഴിഞ്ഞ് അതേ ഇരുത്തത്തിലിരുന്ന് 100 ഇഖ്ലാസ് ഓതാൻ, ഒരു 15 മിനിറ്റ്, ഒരു 100 സ്വലാത്ത് ചൊല്ലാൻ ഒരു 15 മിനിറ്റ്, ഈ ദുആ ചെയ്യാൻ ഒരു 15 മിനിറ്റ്, അങ്ങനെ കൂടി പോയാൽ ഒരു അരമണിക്കൂറോ 3/4 മണിക്കൂറോ 1 മണിക്കൂർ നാം ചെലവഴിച്ചാൽ നമുക്കതിന് സമയമില്ലല്ലോ. ഈ രൂപത്തിൽ ചെയ്താൽ തീർച്ചയായും അതിന്റെ ഫലം അല്ലാഹു നമുക്ക് നൽകും. നല്ല വിശ്വാസത്തോടെ ഇഖ്ലാസോടെ ഒറ്റയ്ക്ക് ഇരുന്ന് അമൽ ചെയ്യുക, അല്ലാഹുവിന്റെ ഫലം നമുക്ക് നൽകും. നമ്മുടെ ആവശ്യങ്ങൾ അല്ലാഹു തരും. ജീവിതത്തിൽ ഐശ്വര്യമുള്ള ഒരു ജീവിതം നൽകും. കഷ്ടപ്പാടുകൾ മാറും. നമുക്ക് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും വിഷമങ്ങൾ വരുമ്പോൾ ആണ് രോഗങ്ങൾ ഉണ്ടാകുന്നത്. കയ്യിൽ പൈസ, നമ്മുടെ ആവശ്യത്തിന് ജീവിക്കാൻ ആവശ്യമായ പൈസ നമ്മുടെ കയ്യിലില്ലെങ്കിൽ, പണമില്ലെങ്കിൽ ടെൻഷൻ ഉണ്ടാകും. ടെൻഷന് പല രോഗങ്ങളിലേക്കും നമ്മെ എത്തിക്കും. അപ്പൊ മനുഷ്യർക്ക് റാഹത്തും സന്തോഷവും ഐശ്വര്യമാണ്. എന്നാൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ആരോഗ്യമുണ്ടായാൽ ഇബാദത്ത് ചെയ്യാൻ സാധിക്കും. ആരോഗ്യമില്ലെങ്കിൽ ഇബാദത്തിനോടൊരു താല്പര്യം ഉണ്ടാവില്ല, ഇബാദത്ത് ചെയ്യാൻ പറ്റൂല. ഏതൊരു അമല് ചെയ്യുമ്പോൾ നല്ല വിശ്വാസത്തോടു കൂടി ചെയ്യുക, അല്ലാതെ ചോദ്യം ചോദിക്കുക, അല്ലെങ്കിൽ കമന്റിലൂടെ പലതും പറഞ്ഞ് വിശ്വാസികളെ ആ വിശ്വാസത്തിൽ നിന്ന് അറ്റുന്ന പരിപാടി നാം നിർത്തണം. നാം നല്ല വിശ്വാസത്തോടുകൂടെ ഈ പറഞ്ഞ അമല് ചെയ്താൽ തീർച്ചയായും ഇതിന്റെ ഫലം അല്ലാഹു നൽകും. വെള്ളിയാഴ്ച ദിവസം ഏറ്റവും മഹത്തായ ദിവസമാണ്, ദുആക്ക് ഇജാബത്തുള്ള ദിവസമാണ്. മഹത്തുക്കൾ പറഞ്ഞതായി കാണാം, വെള്ളിയാഴ്ച ദിവസം 12ഓളം ദുആക്ക് ഇജാബത്ത് കിട്ടുന്ന സമയങ്ങളുണ്ട്. അത് ഏത് സമയമാണ്, ഏത് വക്തിലാണ്, ഏത് സാഅത്തിലാണ് അതിന്റെ ഫലം കിട്ടുന്നത്, അല്ലെങ്കിൽ ഉത്തരം കിട്ടുന്നത്, ഇജാബത്ത് കിട്ടുന്നതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടില്ല, വ്യക്തമായി പറഞ്ഞു തന്നിട്ടില്ല. നമ്മൾ വെള്ളിയാഴ്ച മുഴുവനും രാവും പകലും ആകളെ കൊണ്ട് ധന്യമാക്കാൻ വേണ്ടിയാണ്, ഒഴുകാൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളിയാഴ്ച ഒരു സമയമുണ്ട്, ആ സമയത്ത് നിങ്ങൾ ചോദിച്ച് അല്ലാഹു നൽകും. അത് മുഴുവനും നാം അതിനെ ഉപയോഗപ്പെടുത്തുക. അല്ലാഹു തൗഫീഖ് ചെയ്യട്ടെ. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും അല്ലാഹു പൂർത്തിയാക്കി തരട്ടെ. എല്ലാ വിഷമങ്ങളും അല്ലാഹു മാറ്റട്ടെ. എല്ലാ ബുദ്ധിമുട്ടുകളും അല്ലാഹു നീക്കി തരട്ടെ. എല്ലാ രോഗങ്ങൾക്കും ശിഫ നൽകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന് അല്ലാഹു നമ്മെ കാക്കട്ടെ. സിഹർ, കണ്ണീർ, ശൈത്വാനത്ത്, റൂഹാനത്ത് അടക്കമുള്ള സർവ്വവിധ പ്രയാസങ്ങൾ അല്ലാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ.
ജീവിതത്തിൽ അള്ളാഹു ഖൈറും ബർക്കത്തും സന്തോഷവും നൽകി അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. ജീവിക്കുന്ന കാലത്തോളം അള്ളാഹു റാഹത്തും സമാധാനം ഐശ്വര്യം അള്ളാഹു നൽകട്ടെ. എല്ലാവിധ അപകട ദുരന്തങ്ങൾ, ആഫത്ത്, മുസീബത്ത്, ഇടങ്ങേറുകളിൽ നിന്ന് പെട്ടെന്ന് സംഭവിക്കുന്ന എല്ലാവിധ മരണങ്ങളും അള്ളാഹു നമ്മെ കാക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.